ഇന്ന് ഇൻഡെക്സ് 0.68% ഉയർന്ന് 22,600 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ബാങ്ക് നിഫ്റ്റി 0.18% ഉയർന്ന് 48,500 മുകളിൽ ക്ലോസിംഗ് നൽകി. മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയത്. 1037ഓളം സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റവും 1200ഓളം സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷറും പ്രകടമായിരുന്നു. ഇന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 684 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 3470 കോടിയുടെ ബൈയിങ് നടത്തി. ഇന്ന് ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളാണ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. അതിൽ തന്നെ ഓട്ടോ സെക്ടറിലെ സ്റ്റോക്കുകൾ ലീഡിംഗ് പെർഫോമൻസ് നടത്തി. ഏഷ്യർ മോട്ടോർ 3.96% ഉയർന്നു. മാരുതി സുസുക്കി 3.33%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 3.31% ഹയർ സൈഡിൽ ക്ലോസിംഗ് നൽകി. എന്നാൽ അദാനി പോർട്ട് 1.64% ഇടിയുകയും നെസ്ലെ 1.48% ഇടിയുകയും അപ്പോളോ ഹോസ്പിറ്റൽ 1.23% ഇടിയുകയും ചെയ്തു. ഇന്ത്യ വിക്സ് 2.40% കറക്റ്റായി 11.61 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.89% ഇടിഞ്ഞ് $90 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. 22,500 മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ഇൻടാക്റ്റ് ആണ് എന്നുള്ള സൂചനയാണ് നൽകിയത്. അതേസമയം 22,650 മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആണ്. ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിനടുത്ത് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നു. ഇവിടുത്തെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 22,500 എന്ന ലെവൽ. ഇനി ഇന്നത്തെ ദിവസം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച ചില സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇൻഫോ എഡ്ജ് ഇന്ന് 10%ഓളം ഉയർന്ന് 6,224 ക്ലോസിംഗ് നൽകി. 80,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 333, ഡിവിഡൻഡ് ഈൽഡ് 0.31%, 52 വീക്ക് ഹൈ 6,243, 52 വീക്ക് ലോ 3,592. ഇൻഫോ എഡ്ജിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും വിവിധ ബ്രോക്കേജ് ഏജൻസികൾ ഇൻഫോ എഡ്ജിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലുമാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ബില്ലിംഗ് വഴിയുള്ള ഇൻഫോ എഡ്ജിൻ്റെ 2024 മാർച്ച് ക്വാർട്ടറിലെ റവന്യൂ 10.4% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 748 കോടിയിൽ നിന്നും 826 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇനി എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിലെ ഇൻഫോ എഡ്ജിൻ്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ, അതായത് കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 5.4% വർദ്ധിച്ച് 2,495 കോടിയായി മാറി. ഓരോ സെഗ്മെൻറ്റിലും കമ്പനി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. 99 ഏക്കർ എന്ന കമ്പനിയുടെ റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ കമ്പനി 26.42% വളർച്ച രേഖപ്പെടുത്തുകയും 131 കോടി രൂപയുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. നൗക്കരി എന്ന റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോം വഴി 7.18% റവന്യൂ ഗ്രോത്ത് നേടി. 625 കോടി രൂപയുടെ റവന്യൂ ആണ് നൗക്കരി എന്ന റിക്രൂട്ടിംഗ് പ്ലാറ്റ്ഫോം വഴി കമ്പനി നേടിയത്. അതോടൊപ്പം തന്നെ IT ഇൻഡെക്സ് 28% റിട്ടേൺ നൽകിയപ്പോൾ ഇൻഫോ എഡ്ജ് 2024 വർഷത്തിൽ 18% റിട്ടേൺ ആണ് നൽകിയത്. ഇൻഫോ എഡ്ജ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 63%-നടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് ക്വാർട്ടർ 3ൽ ഇൻഫോ എഡ്ജിൻ്റെ റവന്യൂ 7.2% വർദ്ധിച്ച് 585 നിന്നും 595 കോടിയായി ഉയർന്നിരുന്നു. അവിടെ 99 ഏക്കർ 21.8% വളർച്ചയും, ജീവൻ സാത്തി 23% വളർച്ചയും, ശിക്ഷ 23.3% വളർച്ചയുമാണ് കൈവരിച്ചത്. കൂടാതെ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ 36.7%-ആയി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇൻഫോ എഡ്ജിന് വിവിധ ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിട്ടുണ്ട്. സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗും 6,650 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. അതായത് ഫ്രൈഡേയിലെ ക്ലോസിംഗിൽ നിന്നും 17% അപ്സൈഡിലുള്ള ടാർഗറ്റായിരുന്നു നൽകിയത്. ഇന്നത്തെ ദിവസം സ്റ്റോക്ക് 10%-ഓളം ഉയർന്നു കഴിഞ്ഞു. നമൂറ എന്ന ബ്രോക്കേജ് ഏജൻസി 6,210 രൂപയുടെ ടാർഗറ്റ് നൽകി. നമൂറയുടെ ടാർഗറ്റ് ഇൻഫോ എഡ്ജിൽ നിന്ന് അച്ചീവ് ചെയ്തു. ICICI സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗും 6,993 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് ബെല്ലിംഗ് മികച്ച രീതിയിൽ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ കമ്പനി ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. അതോടൊപ്പം തന്നെ IT സെഗ്മെൻറ്റിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഏകദേശം ബോട്ടം ഔട്ടാണ്.
2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി വിവിധ IT കമ്പനികൾ ക്യാമ്പസ് ഹയറിംഗ് നടത്തുന്നത് വഴി നൗക്കരി എന്ന പ്ലാറ്റ്ഫോം വഴിയുള്ള റവന്യൂ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസിൻ്റെ കണക്ക് പ്രകാരം നൗക്കരി അതിൻ്റെ റവന്യൂവിൽ 3% വളർച്ച ഇയർ ഓൺ ഇയറിലും, 99 ഏക്കർ 23% വളർച്ചയും, ജീവൻ സാത്തി 17% വളർച്ചയും, ശിക്ഷ 8% വളർച്ചയും കൈവരിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ഇൻഫോ എഡ്ജിൻ്റെ എബിറ്റ മാർജിൻ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 10 ബേസിസ് പോയിൻ്റ് ഉയരാനും സാധ്യതയുണ്ട്. നൗക്കരി അല്ലെങ്കിൽ ഇൻഫോ എഡ്ജ് 6224 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 6250 സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഇതുകൂടാതെ 6800, 7000, 7200 തുടങ്ങിയവയാണ് സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് സോണുകൾ. 6000, 5750 തുടങ്ങിയ ലെവലുകൾ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഓൾട്ടാസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ഇൻട്രാഡേയിൽ ഓൾട്ടാസ് അപ്പർ സർക്യൂട്ടിലേക്ക് എത്തുകയും ക്ലോസിംഗ് ബേസിൽ 6.2% ഉയർന്ന് 1309 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 1392 കോടി രൂപയുടെ 1392 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ. 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കഴിഞ്ഞ 6 മാസം കൊണ്ട് 53% റിട്ടേണും 1 വർഷം കൊണ്ട് 33% റിട്ടേണുമാണ് ഓൾട്ടാസ് നൽകിയത്. ഓൾട്ടാസിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സിൽ 2024 ഫിനാൻഷ്യൽ ഇയറിൽ 2 മില്യൺ AC കമ്പനി വിറ്റഴിച്ചു എന്നുള്ള റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ട് വന്നത്. ആദ്യമായാണ് ഒരു ഇന്ത്യൻ AC കമ്പനി ഈ സെഗ്മെൻറ്റിൽ ഇത്രയധികം വളർച്ച രേഖപ്പെടുത്തുന്നത്. ഇതുകൂടാതെ ഓൾട്ടാസിൻ്റെ ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റിൽ, അതായത് എയർ കൂളർ, റെഫ്രിജറേറ്റർ ഉൾപ്പെടെയുള്ള ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റിൽ 5 മില്യൺ കൺസ്യൂമർ പ്രോഡക്റ്റ് കമ്പനിക്ക് വിറ്റഴിക്കാൻ സാധിക്കുകയും ചെയ്തു. 2024 ഫിനാൻഷ്യൽ ഇയറിൽ ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റിൽ 52% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. AC സെഗ്മെൻറ്റിൽ മാത്രം 72% വളർച്ചയും എൻ്റയർ ഫിനാൻഷ്യൽ ഇയറിൽ AC സെഗ്മെൻറ്റിൽ നിന്ന് 35% വളർച്ചയും 35% വളർച്ചയും ഓൾട്ടാസ് എന്ന കമ്പനി കൈവരിച്ചു. ഈ നേട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് 52 വീക്ക് ഹൈയിലേക്ക് എത്തിയത്. ഇതുകൂടാതെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഹീറ്റ് വേവ് വരും ദിവസങ്ങളിലും തുടരുമെന്നും സമ്മർ വരും ദിവസങ്ങളിൽ കൂടുതൽ കടുക്കാൻ സാധ്യതയുള്ളതും കൂളിംഗ് സെക്ടറിലെ ഓൾട്ടാസ് പോലുള്ള സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റാണ്. ഓൾട്ടാസിന് നമൂറ എന്ന ബ്രോക്കേജ് ഏജൻസി 1450 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. നമൂറയുടെ അപ്ഡേറ്റ് പ്രകാരം 38% വളർച്ചയാണ് കൂളിംഗ് പ്രോഡക്റ്റിൽ നിന്നും ഓൾട്ടാസ് എന്ന കമ്പനി ലക്ഷ്യമിടുന്നത്. സിറ്റി ഗ്രൂപ്പ് ബൈ എന്ന റേറ്റിംഗും 1428 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഓൾട്ടാസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈക്ക് അടുത്തെത്തി. ഈ സ്റ്റോക്കിനെ നമ്മൾ 52 വീക്ക് ലോയ്ക്ക് അടുത്തെത്തിയപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. 52 വീക്ക് ലോയ്ക്ക് അടുത്ത് പൊസിഷൻ എടുത്തവർക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. കാരണം വീക്ക്ലി ബേസിസിൽ സ്റ്റോക്കിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ഈ സാഹചര്യത്തിൽ ഗ്യാപ്പ് ഫില്ലാകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 1250. ഇനി ഈ ഗ്യാപ്പ് ഫില്ലായതിനു ശേഷം സ്റ്റോക്ക് വീണ്ടും 1350 എന്ന ലെവലിലേക്ക് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് സ്റ്റോക്കിൻ്റെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി പരിശോധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്